my cuties, it's me, Neerja's Indian Secret Foodie. Welcome back to my YouTube channel. ഈ ഇൻട്രോ എടുക്കുന്നത് UK ലാണെന്നെങ്കിലും വീഡിയോ നമ്മുടെ നാട്ടിലെയാണ്. കാരണം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ UK ലെത്തി വിത്ത് മൈ ഫാമിലി. അപ്പം സംഭവം എന്തെന്ന് വെച്ചാൽ നാട്ടിൽ പോയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അതായത് ബാങ്കിൽ പോകണം, പിന്നെ അർജൻറ്റായിട്ട് നമുക്കിത് ചെയ്യാണ്ട് നമുക്ക് നാട്ടിൽ നിന്ന് വരാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ലാഭം നാട്ടിലായിരിക്കും. ചിലപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ നാട്ടിൽ പോയി ചെയ്യുന്നത്. അങ്ങനെ ഞാൻ നാട്ടിൽ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വലിയ വീഡിയോ ആയിരിക്കും. കാരണം 30-35 ദിവസം ഞാൻ നാട്ടിലുണ്ടായിരുന്നു. 35 ദിവസത്തെ വീഡിയോ ഇതിലില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നാട്ടിൽ പോയി ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ നാട്ടിൽ പോയിട്ട് ചെയ്തത്, ഈ മസ്റ്റായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, നോർമലി എൻ്റെ ഒരു പാഷന് വേണ്ടി ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം വീഡിയോ മൊത്തത്തിൽ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നീർജാംസ് യൂട്യൂബ് ചാനൽ, അപ്പം നീർജാംസ് ഇൻസ്റ്റയിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം കൂടുതൽ പറഞ്ഞ ബോറടിക്കുന്നില്ല. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഗൈസ്, നാട്ടിൽ വന്നിട്ട് 15 ദിവസം കഴിഞ്ഞു. അപ്പം ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ശ്വാസം മുട്ടുന്നു എനിക്ക്. ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചു, കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു നാളെ എത്തിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഷോർട്ട് ഷൂട്ട് വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ പരി പിടിച്ച് ശ്വാസം മുട്ടുന്നുണ്ട് നല്ല രീതിയിൽ. കാരണം ഇന്നലെ മെനങ്ങാന്നൊരു പൂൾ പാർട്ടി ഉണ്ടായിരുന്നു, അതിൽ പോയി വെള്ളത്തിലായിരുന്നു. തലയൊന്നും നല്ലോണം തോർത്തിയില്ല. അതിൻ്റെ ചെറിയൊരു റിസ്ക്കാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പം ഇന്നിപ്പോൾ ഞാനും വല്യമ്മയും കൂടി പോവാണ്. ഫസ്റ്റ് ഫെഡറൽ ബാങ്കിൽ പോയി അക്കൗണ്ട് ഒന്ന് ശരിയാക്കണം, NRI അക്കൗണ്ട് ഒന്ന് ശരിയാക്കണം. കഴിഞ്ഞ തവണ വന്നപ്പോൾ ശരിയാക്കിയാണ്, പക്ഷേ ലേറ്റായിപ്പോയി. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത്, അവിടെ നിന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് കബഡി കളിക്കുന്ന നേരത്ത് കുറേ ഇഞ്ചുറീസ് വന്നിട്ടുണ്ട്. അപ്പം ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അതിനും കൂടിയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മളിന്ന് ചെയ്യുവാണ്, ബാക്കി സമയം പോലെ. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ഏകദേശം ഫെയറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഓൾറെഡി എല്ലാ ചെയറിലും ആൾക്കാരിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ സ്മൂത്തനിങ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. മാളു ഓൾമോസ്റ്റ് മകളിൽ പോയി പെഡിക്യൂറും ഫേഷ്യലും ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെയർ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. ലേറ്റ് ആവും തോന്നുന്നു. ഏകദേശം ഇങ്ങനെ ഇരിക്കുവാണ്. മുടി ഫസ്റ്റ് ക്രീം തേച്ചു, അരമണിക്കൂർ ഇങ്ങനെ ഇരുന്നു, പിന്നെ വീണ്ടും വാഷ് ചെയ്തു, അടുത്ത ക്രീം തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അയ്യോ, നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട്. നമുക്ക് ഇവിടുന്ന് പോവേ വേണം. എന്താവോ ഉണ്ട് ദൈവം. ഗായ്സ്, 4 മണിക്കൂർ എത്ര സാധനം ചെയ്തോണ്ടിരിക്കുന്നു. പൊള്ളി ഞാൻ മുടി വെട്ടി ഗൈസ്. മാളും മുടി വെട്ടി ഗൈസ്. നമ്മളിപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മന്തി കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. വന്നിട്ട് 3 ദിവസമായി, പക്ഷേ ഇന്നാണ് മന്തി കഴിക്കുന്ന ഒരു സാഹചര്യം കിട്ടിയത്. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് എന്തുപടി കടയിൽ പേര് ബാർബിക്യൂ സ്പേസ്. യെസ്, ബാർബിക്യൂ സ്പേസിൽ നിന്ന് നമ്മൾ മന്തി കഴിക്കാൻ വന്നേക്കുന്നത്. ജമൈക്കൻ ബീഫ് അൽഫാം, ഫിഷ് അൽഫാം, ചിക്കൻ മന്തിയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. സോ എക്സൈറ്റഡ് ടു ഈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. രാവിലെ ഞങ്ങൾ ഉറക്കം അടിച്ച് ഞങ്ങൾ ബീച്ചിൽ പോയി. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലല്ലേ ബീച്ചിൽ പോയി. കുറേ നേരം അവിടെ നിന്ന് പാട്ട് കേട്ടു, ഡാൻസ് കളിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വെരി ഹാപ്പി. അപ്പം നമ്മൾ വെരി ഹാപ്പി. കുറേ വീഡിയോസ് ഭയങ്കരമായിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് കുളിക്കാൻ പോവാണ്. കുളിച്ച് റെഡി ആയിട്ടാണ് നമ്മൾ ടാറ്റൂ സ്റ്റുഡിയോയിലേക്ക് പോകുന്നത്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എനിക്ക് അറിയില്ല, എന്താ ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് കുളിച്ചിട്ട് വന്നാലോ ഗൈസ്. നമ്മൾ ഓൾറെഡി ടാറ്റൂ സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞു. യെസ് ഗൈസ്, വി ഓൾറെഡി റീച്ച്ഡ് ഹിയർ. നമ്മൾ ടാറ്റൂ അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം കലൂരാണ് നമ്മുടെ ഇൻഫെക്റ്റഡ് മോക്സിന്റെ ടാറ്റൂ സ്റ്റുഡിയോ വന്നേക്കുന്നത്. ഐ ആം സോ എക്സൈറ്റഡ് ടു ഹാവ് ദിസ് ടാറ്റൂ. ബിക്കോസ് ഞാൻ ഓൾറെഡി എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ടാറ്റൂ അടിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതായിരുന്നു. നമ്മുടെ കാലിലെ ചെയിനില്ലേ, നമ്മുടെ ആംഗിളറ്റ് പോലെ ഒരു സാധനം അടിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. പക്ഷേ ഐ ഡോണ്ട് നോ എത്രത്തോളം സക്സസ് ആവുന്നു. അപ്പോൾ നമ്മൾ ടാറ്റൂ അടിക്കാൻ വരുവാണ്. സ്പെക്സ് ഒക്കെ വെച്ചത്
നമ്മൾ ഓൾറെഡി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ട് അവർ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവർ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ കാലിലൊക്കെ തന്നെ. സോ നമ്മൾ ഏകദേശം ടാറ്റു സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞു. ഏകദേശം ഞങ്ങളുടെ കോൺസെപ്റ്റൊക്കെ കേട്ടിട്ട് അവർക്ക് എന്നെ ഭ്രാന്തായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ അവർ എഫേർട്ട് എടുത്തിട്ട് ഡിസൈനൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഐ വാസ് സോ ഹാപ്പി. പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. പറ. സോ ഗൈസ്, ഇതാ നമ്മുടെ നീരജ അമ്മൂസ് ടാറ്റു അടിക്കാൻ വേണ്ടി പോവാണ്. ഫിഫ്ത്ത് ടാറ്റു. അത് നമ്മുടെ കേരളത്തിൽ നിന്ന്, എറണാകുളം, കൊച്ചിയിൽ നിന്ന്. നമ്മുടെ ടാറ്റു അടിക്കുന്നത് ഏത് സ്റ്റുഡിയോ എന്നാണ്? നമ്മുടെ ഇൻഫാക്ട് മോക്സിന്റെ ഫസ്റ്റ് ബ്രാഞ്ച് ഇവിടെയാണ്. സെക്കൻഡ് ബ്രാഞ്ചാണ് അവിടെ തുടങ്ങിയത്. അപ്പോൾ അവരുടെ മെയിൻ ബ്രാഞ്ച് ഇതാണ്. അവിടെ നിന്നാണ് നമ്മൾ അടുത്ത് ടാറ്റു ചെയ്യുന്നത്. ഫസ്റ്റ് എൻ്റെ ശരീരത്തിൽ ഞാൻ അടിക്കണം എന്ന് വിചാരിച്ച ഒരു ഭാഗമാണ് എൻ്റെ ലെഗ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പം എൻ്റെലി ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് കോൺസെപ്റ്റ് ചിന്തിച്ച് അടിക്കുന്ന ഒരു ടാറ്റുവാണ്. വാസ് സോ ഹാപ്പി. ഈ ഒരു ഡിസൈനിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അടിച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഉദ്ദേശിച്ച പോലെ വരുന്നുണ്ട്. So we'll see the first part of the design. നമുക്ക് ആ ഡിസൈനിന്റെ ഫസ്റ്റ് പാർട്ട് കാണാം. ഇവിടെ ക്രീം തേച്ച കാര്യം നോക്കണ്ട. എവിടെ നിന്ന് വെച്ചാൽ കറക്റ്റ് ആവുന്ന സ്ഥലത്ത് ചെയ്യാം. അതല്ല നമ്മൾ ഒട്ടി പിടിക്കാനുള്ള കഴിവല്ലേ. കുറച്ച് പൊക്കി. ഓക്കെ. അല്ല അവന് അവിടെ തന്നെ വ്യക്തമാവുള്ളൂ, മേളിൽ നിന്ന് മനസ്സിലാവില്ല. അതാണ് കുറച്ചും കൂടെ കുറച്ച് ഇതോ ഇതെന്താ പ്രശ്നം വെച്ചാൽ നമ്പിങ് ക്രീം സ്റ്റെൻസിൽ സ്റ്റെപ്പ് അതല്ല പറഞ്ഞ ഈ സ്റ്റെൻസിൽ നേരത്തെ അപ്ലൈ ആവും. സത്യം പറഞ്ഞിട്ടില്ലോ എൻ്റെ ഫസ്റ്റ് ടാറ്റു ചെയ്യാൻ പ്രതീക്ഷിച്ച സ്ഥലമാണ്. അവർ തന്നെ കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. ഡിസൈൻ ഒക്കെയാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് അവർ കാലം കയറുമായിട്ടല്ലേ വരുന്നത്. ഒരു ഡിസൈൻ റൗണ്ട് ചെയ്ത് വരുന്നില്ല. How do you feel? Very, very happy. You are excited? Very much. Seriously? Because ഇത് കഴിഞ്ഞ പർപ്പിൾ സ്കെച്ച് എടുത്ത് വേണ്ടി എല്ലാവരും കിടന്ന് കഷ്ടപ്പെടുന്ന ഞാനിപ്പോ എന്റെ ബിജാപ്പൂർ ഫുഡേക്ക് ഞാൻ പോകും. ഞാൻ Neeraj Amos, tell me something about your tattoo. Your new tattoo. സോ അറ്റ് ലാസ്റ്റ് ഗായ്സ് ഞങ്ങൾ നമ്മുടെ ടാറ്റു തുടങ്ങിയിട്ടുണ്ട്. സോ കാൺ ഫീൽ എനി പെയിൻ ബിക്കോസ് ക്രീം പേര് പോലും പറയാൻ പറ്റുന്നില്ല. ആ ക്രീം തേച്ചിട്ടുണ്ട് ഞാൻ. സോ ഞാൻ ഇവന്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു ക്രീം തേച്ചിട്ടിരിക്കും. അവനോട്ടല്ല ചെറുതൊന്നുമില്ല, വലിയ ടാറ്റു കയ്യിലടിക്കുന്നു. അവന് വേദന സഹിക്കാൻ വേദന നിന്ന് കരയുന്നു. എന്നിട്ട് അവൻ പറഞ്ഞാൽ എന്നെ വെല്ലുവിളിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് അവൻ പോകുന്നു. 4 മണിക്കൂർ ഇതിന്റെ എഫക്റ്റ് ഉള്ളു. അവസാനം 5ാമത്തെ ലാസ്റ്റ് 1 മണിക്കൂറാകുമ്പോൾ ഞാൻ ഇരുന്ന് കരയും. വേണ്ടോ ഇല്ലേ? നമ്മിങ് ക്രീം യൂസ് ആവുന്നില്ലേ? സീനാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ടാറ്റു അടിക്കണം, നിങ്ങൾ ക്രീം യൂസ് ചെയ്തിട്ട് പോവാ. വേദനയില്ല. പക്ഷെ ഇവരൊക്കെ പറഞ്ഞ വേദനയോടെ അനുഭവിച്ച് അല്ല നമ്മിങ് ക്രീമിന്റെ പ്രൊമോഷൻ വേദന അനുഭവിച്ച് ടാറ്റു ഇടിക്കണം എന്ന് ഇവർ പറഞ്ഞ. പക്ഷെ എനിക്കതില്ല. എനിക്ക് ടാറ്റു അടിച്ചാൽ മതി, വേദനയൊന്നും വേണ്ട. അപ്പം സെറ്റാണ്. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും റിസൾട്ട്. എടാ നിനക്ക് വേദിക്കുന്നുണ്ടോ? നിന്റെ മുഖം ഇങ്ങോട്ട് കാണിക്കും. ഇങ്ങോട്ട് തിരിക്കണം. മോർണിംഗ് ഗായ്സ്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് മോർണിംഗ് ആക്ച്വലി. ഓൾറെഡി 1 o'clock ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എൻ്റെ മുഖത്ത് നല്ലോണം ടാൻ അടിക്കുന്നില്ലേ, ഞാനൊരു സൺസ്പ്രേ യൂസ് ചെയ്തേക്കുക. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാമോ? ഇത് നോക്കിയേ എന്തല്ല ഇവിടെ. അപ്പം നമ്മളിവിടെയാണ് താമസിക്കുന്നത്. ഇതാണ് നമ്മുടെ വീട്. സോ ഇന്നിപ്പോൾ നമ്മൾ ഉറക്കൊഴിച്ചു. 1 മണിയായി കഴിഞ്ഞാൽ നല്ല ലേറ്റായി. ടാറ്റു കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 2-3 മണിയൊക്കെ ആയി. പിന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ 4:30 മണിയായി. അപ്പോൾ ഇപ്പോഴാണ് എനിക്കിന്ന്. അപ്പോൾ ഇപ്പോൾ കുറച്ച് വ്യൂ ഒക്കെ ആസ്വദിച്ച് ചായയൊക്കെ കുടി കഴിഞ്ഞു.
ഇനി നമ്മൾ നേരെ കുളിക്കാൻ പോവാണ്. കുളിച്ചിട്ട് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് സ്ഥലത്താണ് നെൽവിൻ ചേട്ടൻ്റെ കല്യാണത്തിന് പോവാണ്. എറണാകുളം വിശേഷങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ ആ ടാറ്റൂ സ്റ്റുഡിയോ സമയം പോയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ 1 day ഫുൾ കംപ്ലീറ്റ്ലി നമുക്ക് അവിടെ പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പം നമുക്ക് പോയി പെട്ടെന്ന് റെഡിയിൽ കല്യാണ സ്ഥലത്ത് എത്തി. എൻഗേജ്മെൻറ്റ് ചെറുതായിട്ടൊന്ന് കഴിഞ്ഞായിരുന്നു. ഞങ്ങൾ 1 മണിക്കൂർ ലേറ്റ് ആയിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, അവർ പുറകിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും അവരെ കാണാൻ വേണ്ടിയിട്ട്. ഇത്തിരി ബാക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പ് മതി മതി ചെയ്തോ. അപ്പോൾ ചെയ്തോ. മമ്മി ചെയ്തോ ചെയ്യൂ നോക്ക് ചെയ്തോളൂ. കല്യാണത്തിന് വന്നിട്ട് കല്യാണ പെണ്ണിന്റെ വീടിന്റെ ഇവിടെ ജാതിക്ക, റംബുട്ടാൻ, പുളിഞ്ചിക്ക, ഒരുപാട് സാധനമുണ്ട്. ഒരു നല്ലൊരു പ്രദേശം നോക്കി, എന്ത് രസം നോക്കി. നല്ല രസം കിട്ടുകയാണ്. ഞങ്ങൾ വന്നിട്ട് ഇവിടെയൊക്കെ തപ്പിപ്പറക്കി നടക്കുമോ ഇവിടെ എന്തെന്ന് പറയാൻ വേണ്ടിട്ട്. നല്ല രസമുണ്ട്. ഒരു ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് ഭയങ്കര ഒരു ഓൾഡ് ഒരു കല്യാണ ചെക്കൻ സെക്യൂർഡ് ആയിട്ടുള്ള വീട്ടിലാണോ അതെ, കല്യാണ ചെക്കൻ സെക്യൂർഡ് ആയിട്ടുള്ള വീട്ടിലാണോ ഞങ്ങൾക്ക് അന്വേഷിക്കണം. അതായത് വീടും പരിസരവും ഒക്കെ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും. ഞങ്ങൾ മറ്റേ SBI അല്ല, SBI ബാങ്ക് അല്ലേ, വേറെന്തോ IBS എന്തോ സാധനം ഉണ്ടല്ലോ, അതാ. ജൽവിൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ കല്യാണ റിസപ്ഷൻ അല്ല, എൻഗേജ്മെന്റിന്റെ മണ്ഡപത്തിലൊക്കെ. ഇവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ. ഇന്നൊരു പിടിക്കണം. ഇവരെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ ആണ് അവരുടെ പാർട്ട്ണറെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. സോ ഗൈസ്, കൊച്ചിയിലെ ബെസ്റ്റ് ഫിഷ് കിട്ടുന്ന പ്ലേസിലാണ് നമ്മളിപ്പോൾ. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ പ്രൊമോഷൻ, ഒന്നുമല്ല. നമ്മൾ തെരഞ്ഞ് കണ്ടുപിടിച്ച് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചറിഞ്ഞ് ഞങ്ങൾ പോകുന്നതാണ്. സ്ഥലം ഏണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടുത്തെ ഒരു ഓട്ടോ ചേട്ടൻ പറഞ്ഞു തന്ന സ്ഥലമാണ്. നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് കുറേ നേരം അവിടെ നിന്നു. അവിടെ നിന്ന് കുറേ സംഭവങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഇതാണ് റെസ്റ്റോറൻറ്റ്. സോ ഗൈസ്, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഫോർട്ട് കൊച്ചിൻ്റെ വീതികളിലൂടെ, രാത്രി നഗരങ്ങളിലൂടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. ഇപ്പം സമയം ഏകദേശം 11 മണിയാകാൻ പോകുന്നു കേട്ടോ. അപ്പം വയറ് വീർത്ത് പോയി, പൊട്ടും തോന്നുന്നു. ഇപ്പോൾ ഒരു 3 മാസം ഗർഭിണി നടക്കുന്ന പോലെയാണ് ഗൈസ് ഞാൻ നടക്കുന്നത്. അയ്യോ, ഇത്രയായിട്ട് സോ ഞങ്ങള് ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. നല്ല രസമുണ്ട് നൈറ്റ് വൈബ്. പക്ഷേ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ സീൻ ചൂട്. അതില്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല ഫ്രഷ് ഫിഷ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച ഫിഷ് ഇവിടെ ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് ലോബ്സ്റ്റർ ആയിരുന്നു. ലോബ്സ്റ്റർ ഇവിടെ ഇല്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു, പക്ഷെ ആരുടെയും വയറ്റിൽ സ്ഥലവും ഇല്ല. ഞങ്ങൾ വിചാരിച്ചു പേടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ടച്ചിങ്സ് ഒക്കെ ആയിട്ട് ചുമ്മാ കഴിക്കാമെന്ന് കരുതി. അപ്പം ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബീച്ചുള്ളപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ വിഷമിക്കുന്നത്. സോ നെക്സ്റ്റ് ഡേ ഞങ്ങളിതേ ഫോർട്ട് കൊച്ചിൻ്റെ ഡേ വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടോ കാണാൻ. ഇങ്ങനെ നമ്മൾ നിന്ന് പോകും. പക്ഷെ ചൂട് മാത്രമേ കുറച്ച് പ്രശ്നമായിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ എന്താ കഴിച്ചതെന്ന് അറിയാമോ? ഒരു ഷോപ്പിൽ ഞങ്ങൾ കയറിയിട്ട് അപ്പുറത്തുനിന്ന് ഫ്രഷ് ഫിഷ് വാങ്ങിച്ച് ഇവരെ കൊണ്ട് കൊടുക്കുമ്പോൾ ഇവർ മുറിച്ച് നമ്മൾ പറയുന്ന മസാലയൊക്കെ ആഡ് ചെയ്ത് കറി വെച്ച് തരും. ഇറ്റ് വാസ് ടു ഡെലീഷ്യസ് മീൻസ് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പുണ്ടല്ലോ നമുക്ക്
എന്തോ ഫുഡും ചൂടും കട്ടൻ ചായയും എല്ലാം കൂടി ഒരു പൊളി വൈബായിരുന്നു. സോ ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കുവാണ്. ഇവിടെ നിന്നിപ്പോൾ ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തിൽ പോവാണ് ഗൈസ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഉറങ്ങിയത് 6 മണിക്കാണ്. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് 9:30. എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു 9:30. എന്നെ ആരും വിളിച്ചില്ല. പെട്ടെന്ന് പല്ല് പോലും തേക്കാതെ പെട്ടെന്ന് വന്ന് മേക്കപ്പും ചെയ്ത് ഡ്രസ്സ് മാറ്റി ഇവിടെ ഇരുന്നു. അപ്പം ഞാൻ ഡ്രസ്സ് ചെയ്തു. സോ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന വലിയ സർപ്രൈസിൻ്റെ ദിവസം വന്ന് എത്തിയേക്കുവാണ് ഗൈസ്. ഐ എം സോ ഹാപ്പി. അപ്പം ഇന്ന് വൈകിട്ട് 11 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. ഒറ്റ സാധനം എടുത്ത് വെച്ചിട്ടില്ല. ഇന്നലെ രാത്രി എറണാകുളത്ത് നിന്ന് എത്തിയത് 12 മണിക്കാണ്. കിടന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് കിടന്നപ്പോൾ രാവിലെ 6 മണിയായി. 2-3 മണിക്കൂർ ഉറങ്ങി എണിച്ചു. എന്താ ഇപ്പോൾ പറയുക, താഴെ എല്ലാവരും എക്സൈറ്റഡ് ആണ്. മാളൊക്കെ പാക്ക് ചെയ്തു. നൈനുവിനെ ഞാൻ ഇന്ന് കണ്ടിട്ടേ ഇല്ല. ഞാൻ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ ഓടിക്കരുന്ന് അമ്മൂന്ന് വിളിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ ഞാൻ 2 വഴക്ക് കൊടുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പം നൈനുവിനെ പോയി കാണണം. അപ്പം ഞാൻ നൈനുവിനെ കാണിച്ചു തരാം. നൈനുവിനെ കാണാൻ വേണ്ടിയില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അമ്മയൊന്നും ജോലിക്ക് പോയിട്ടില്ല. അമ്മയൊക്കെ സുഖമായിട്ടില്ല. നമ്മൾ ഏകദേശം ഇറങ്ങാറായി. ഇത്രയും നേരം നല്ല തിരക്കായിരുന്നു. പാക്കിങ്, പിന്നെ അടുക്കി പറക്കലാത്ത ഇത് കാര്യങ്ങളൊക്കെ കുറച്ച് തിരക്കായിരുന്നു. എല്ലാവരും എക്സൈറ്റഡ് ആണ്. പാസ്പോർട്ട് അത് ഇത് സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. എനിക്ക് പോകുന്ന വഴിക്ക് വഴുതക്കാട് കയറിയിട്ട് സൗണ്ട് ഇത്. സോ വഴുതക്കാട് കയറി എനിക്ക് അളവ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ എങ്കിൽ ഇറങ്ങട്ടെ, ഞങ്ങൾ തിരിക്കട്ടാ. നിങ്ങളിപ്പോൾ എത്തണമെന്നില്ല. 8 മണിയാകുമ്പോൾ എയർപോർട്ട് എത്തിയാൽ മതി. സ്ഥലം മനസ്സിലായ സിംഗപ്പൂർ എത്താന്ന് പറഞ്ഞ് കട്ടിയാണ്. അപ്പൊ നിങ്ങൾ സിംഗപ്പൂർ വരെ പറഞ്ഞപ്പോഴേ ഞങ്ങൾ പതിയെ പറ എന്ന് പറഞ്ഞു. അപ്പൊ സിംഗപ്പൂർ ആയിരിക്കും പോണേ. കുറച്ച് തോരൻ, ഒരു തോരൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ വീട്ടിൽ നിന്ന് ഇപ്പോഴാണ് ഇറങ്ങിയത്. ഏകദേശം 12:30 അപ്പോൾ ഞങ്ങളൊരു പഴങ്കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ നെടുമങ്ങാട്ടത്തെ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് പഴങ്കഞ്ഞിക്കട എന്ന് പറഞ്ഞിട്ട്. ഉടങ്കല്ലി മുളകൊക്കെ ചതച്ചിട്ട് പഴങ്കഞ്ഞി. അവിടെ ചെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ പഴങ്കഞ്ഞിക്കട. കഴിഞ്ഞ 2 വർഷമായിട്ട് എപ്പോൾ നാട്ടിൽ വന്നാലും ഞങ്ങൾ സ്ഥിരമായിട്ട് പോയി കഴിക്കുന്ന ഒരു ഷോപ്പാണ്. ഞങ്ങളുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് തന്നെയാണ്, നെടുമങ്ങാട് തന്നെയാണ്. അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. കപ്പയും തൈരും ഒക്കെ നന്നായിട്ട് ഇളക്കിയത് വലിയമ്മ ചെയ്യുന്നതാണ്. അതിൻ്റെതായിട്ടുള്ള രീതി ഉടങ്കുള്ളി മുളക് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് എടുത്ത് വയ്ക്കുന്നതിനുള്ള എരിഞ്ഞെന്ന് ഒരുപാട്. അത്യാവശ്യമായിട്ട് 2-3 ബാങ്കിൽ പോകാനുണ്ടായിരുന്നു. അക്കൗണ്ടുകളൊന്ന് ക്ലിയർ ആക്കാനും, പിന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡും യൂസർ ഐ ഡി ഒന്ന് ചെക്ക് ചെയ്യാനും, പിന്നെ NRI അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞ് ഓൾറെഡി കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനും വല്യമ്മയും കൂടിയാണ് ബാങ്കിൽ പോയത്. SBI, ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ 3 ബാങ്കാണ് എനിക്കുള്ളത്. അപ്പം അവിടെ 3 പോയി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പോകുന്നത് ഒരു ആയുർവേദിക് ഹോസ്പിറ്റലാണ്. നാട്ടിൽ പോയാൽ ഒന്ന് അടിമുടി തിരുമണം എന്ന് ഞങ്ങൾ ആലോചിച്ചതായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത ട്രീറ്റ്മെൻറ്റ് പ്രകാരമാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അവരെനിക്ക് സജസ്റ്റ് ചെയ്തത് ഒരു ഫുൾ ബോഡി സ്ക്രബ് വിത്ത് ക്ഷീരധാരയാണ്. അപ്പം ആദ്യം തന്നെ തല മുതൽ കാലിൻ്റെ അറ്റം വരെ അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങൾ അവരെനിക്ക് ചെയ്തു തരുന്നുണ്ടായിരുന്നു. അപ്പം തല നന്നായിട്ട് അവർ തന്നെ അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഇൻഹൗസ് ഓയിലൊക്കെ വെച്ചിട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്യണമെന്ന് ചോദിച്ചത്. അപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നോർമലി ആ തല മസാജ് ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നിട്ട് നന്നായിട്ട്. അതിനുശേഷം അവരൊരു അലോവേര ജെല്ല് പോലത്തെ സാധനം, അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പാക്ക് പോലെ നമ്മുടെ ഫേസിൽ ഇട്ട് തരും. അത് ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു, ഭയങ്കര കൂളായിരുന്നു. ആ ഒരു തല മസാജ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വന്നു. നല്ല രീതിയിൽ എനിക്ക് ഉറക്കം വന്നു. അപ്പം ആ ഒരു കാര്യം കൂടെ കഴിഞ്ഞിട്ട് അവരെനിക്ക് നന്നായിട്ട് ആ ഒരു ജെല്ല് തേച്ച് അടിപൊളിയായിട്ട് മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ. പറഞ്ഞുതരണോ ഇതൊക്കെയാണ്?
ഫേസിൽ ജെല്ല്, ഇത് ഹെഡ് ഓയിൽ, പിന്നെ ഇത് ഫേസ് പാക്ക്, പിന്നെ ഇതിലാണ് നമ്മൾ സ്ക്രബും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. പിന്നെ ഇവിടെ അതിനുശേഷം അവരവൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ക്രബ് ഒരു ഓയിൽ മിക്സ് ചെയ്ത് നമ്മുടെ ഫുൾ ബോഡി ഒരു 10-20-30 മിനിറ്റ് 2 പേരും 2 സൈഡിൽ നിന്ന് ഒരേ പ്രഷറിൽ മസാജ് ചെയ്യും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം 2 സൈഡിലും ഒരേ പ്രഷറിൽ അവർ മസാജ് ചെയ്തതും ബോഡി ഫുള്ളായിട്ടൊന്ന് എക്സ്ഫോളിയേഷൻ പോകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പിഗ്മെൻറ്റേഷൻസ് ഒക്കെ പോയി പെയിനൊക്കെ മാറാൻ. അതിനുശേഷം സ്റ്റീം ചെയ്ത് കുറച്ച് നേരം ഇതിനകത്തിരുന്നപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ചൂടെടുത്തു. പിന്നെ ക്ഷീരധാര, പാലിൽ അവർ കുറേ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനമായിരുന്നു പിന്നെ ചെയ്ത്. അതും ചെയ്ത് പിന്നെ പോയി ഒന്ന് കുളിച്ച് അവരുടെ പയറുപൊടിയിലൊക്കെ ഒന്ന് കുളിച്ചിട്ട് വന്ന് മുടിയിൽ കുറച്ച് മറ്റേ കുമിഞ്ചൊക്കെ പുകച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയത് കേട്ടോ. അതിനുശേഷം അവരുടെ ഒരു ഫേസ് പാക്കും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അവരെന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫേസ് പാക്ക്. സത്യം പറഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ശാസ്തമംഗലത്തുള്ള ലേഖ ആയുർവേദിക് ഹോസ്പിറ്റലിലാണ് ഞാൻ പോയത്. പിന്നെ നാട്ടിൽ വന്നാൽ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു ഫുൾ ബോഡി ട്രീറ്റ്മെൻറ്റാണ്. കഴിഞ്ഞ വർഷം ഞാനും അച്ഛനും അമ്മയും കൂടെ പോയി ചെയ്തതായിരുന്നു. ഇത്തവണ അച്ഛനും അമ്മയും ഞാനും മാളും നൈനും വല്യമ്മയും അമ്മൂമ്മയും കൂടി പോയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റലാണ് പോയത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കിയാൽ മതി. എന്തൊക്കെ അസുഖങ്ങളാണുള്ളത്, എന്തൊക്കെ ടെസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്, എത്ര രൂപയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽഡായിട്ട് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്തവണ എണ്ണസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ ടൈമും കുറച്ചധികം എടുത്തായിരുന്നു. പിന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ കഴിഞ്ഞ് അതിലൊരു ചെക്കപ്പ് കഴിഞ്ഞ് നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഇല്ലാത്തതെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ല സന്തോഷമായി. പിന്നെ നാട്ടിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ പോകണമെന്ന് ആഗ്രഹിച്ച കഴിഞ്ഞ വർഷം പോകാൻ പറ്റാത്തൊരു സാധനമായിരുന്നു നമ്മളെ ഈ ട്രിവാൻഡ്രത്ത് നടന്ന കുടുംബശ്രീ മേള. അതിൽ നമ്മളുടെ ഈ അട്ടപ്പാടി ചിക്കനൊക്കെ കഴിച്ചു. പിന്നെ മെയിനായിട്ട് അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാൽ അമ്പലത്തിലും പിന്നെ 2-3 അമ്പലത്തിലും മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ പോയപ്പോൾ. അച്ഛൻ്റെ ബർത്ത്ഡേ ആയിട്ട് ആർക്കും ഒരു ട്രീറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ചെറിയ രീതിയിലൊരു വിഷമ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരെല്ലാവരും, അതായത് കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള കുറച്ച് പേരെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കോവളത്ത് ഗോഡ്സൺ വില്ല എന്ന് പറഞ്ഞൊരു റിസോർട്ടിൽ പോയിട്ട് ഒരു 1 ഡേ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാർട്ടിയും പൂളിലും പിന്നെ ബീച്ചിലൊക്കെ പോയിട്ട് ഫാമിലി ആയിട്ടുള്ളൊരു ഗെറ്റ് ടുഗദർ മാതിരി ഞങ്ങളൊരു 1 ഡേ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫാമിലി ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി ടൈം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിട്ട് അച്ഛനെ തായ്ലൻഡിൽ കൊണ്ടുപോയ സമയത്ത് 16th ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ സങ്കടം അച്ഛനും ഉണ്ടായിരുന്നു, അച്ഛൻ്റെ ഫാമിലിയിലും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും കുറച്ച് പേർക്കൊക്കെ ട്രീറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സങ്കടം മാറ്റാനും പിന്നെ ഫാമിലി ആയിട്ടുള്ള ഇനി എന്ന് തിരിച്ചു വരും എന്ന് ഒരു ഉറപ്പുമില്ല. തിരിച്ചു വരാതെയൊന്നും ഇരിക്കത്തില്ല, പക്ഷെ അങ്ങനെ തിരിച്ചു വരും എന്ന് ചിലപ്പോൾ 2 വർഷം കണ്ടായിരിക്കും, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം ഞാനും ഞങ്ങളുടെ ഫാമിലിയിലെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കോവളത്ത് പോയത്. സത്യം പറഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് എൻജോയ് ചെയ്തു. ബീച്ചിൽ പോയപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ബീച്ചിൽ പോകണം എന്നുണ്ടായിരുന്നു. പക്ഷേ കോവളത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെയല്ല, ഇത് ഞങ്ങൾ ഫാമിലി ടൈം നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്നിട്ട് അവരെയൊക്കെ ഞങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു. കൂടുതലും നേരം ഞങ്ങൾ അവരെ കൂടെ സ്പെൻഡ് ചെയ്തു. ഒരു 1 നൈറ്റ് ഫുള്ളും സ്പെൻഡ് ചെയ്തു. പൂളിലൊക്കെ നന്നായിട്ട് കളിച്ചു. അതിനുശേഷം ബീച്ചിലൊക്കെ പോയി കുറേ നേരം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഞാനും മാളും ഒക്കെ അവരുടെ റൂമിൽ പറഞ്ഞു വിട്ടിട്ട് അവിടെ നിന്നൊരു ബിയറൊക്കെ കുടിച്ചു. അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, അവിടെ നിന്നൊരു ബിയറൊക്കെ കുടിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമും ഞങ്ങൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ ഇരുന്നപ്പോഴാണെങ്കിൽ പോലും ആ ഒരു ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ബിയർ കുടിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ.
ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ബാബറേബിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ഇന്ന് ഒരുപാട് നാളിന് ശേഷം, ഏകദേശം 1 ഇയറിന് ശേഷമാണ് കേട്ടോ അവിടെ വരുന്നത്. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാബറേബിൽ നിന്ന് ഫുഡ് കഴിക്കുവാണ്. കപ്പാമ ചിക്കൻ, അൽഫാം, സീസർ സാലഡ്, സൂപ്പ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇഷ്ടപ്പെട്ടാമോ? കൊള്ളാമോ? വലിയ ഇഷ്ടപ്പെട്ടാ? ഞാൻ ഇഷ്ടപ്പെട്ടാ? ഇങ്ങനെ പറ, സൂപ്പർ. ഇങ്ങനെ പറ, ഞാൻ ഇങ്ങനെ സൂപ്പർ എന്ന് പറ. സൂപ്പർ എന്ന് പറ. സൂപ്പർ. അമ്മ ഇഷ്ടപ്പെട്ടാ? അമ്മ ചെയ്യാ കിട്ടല്ലേ? ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്തു തീർക്കാനുള്ള കുറച്ച് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും മാളും കൂടെ ഇറങ്ങുകയാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഇത്തവണ മാളുവിനെയും കൊണ്ടാണ് പോകുന്നത്. കാരണം ബിക്കോസ് ഞാൻ ചെയ്യുന്ന സെയിം കാര്യങ്ങൾ മാളുവിനും ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ട്. മാളു 2 ദിവസത്തിനുള്ളിൽ പോവുകയാണ്. അതായത് ഇന്ന് തീയതി 27, മാളു പോകുന്നത് 13th. സോ അവർക്ക് സാധനങ്ങൾ മേടിക്കാനും കുറച്ച് സ്ഥലങ്ങളിൽ പോകാനും അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വന്നേക്കുന്നത് കാനറ ബാങ്ക്, പനവൂരുള്ള കാനറ ബാങ്കിലാണ്. 3-4 ദിവസത്തിന് മുന്നിലെ ഇവിടെ NRI അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്തത് ഫെഡറൽ ബാങ്കാണ്, നെടുമങ്ങാട്. കഴിഞ്ഞ വർഷം വന്നപ്പോഴേ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് ഇത്തവണ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ പാസ്ബുക്കും പിന്നെ അക്കൗണ്ട് നമ്പറും മാത്രമേ എനിക്ക് മേടിക്കേണ്ടിണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ മേടിച്ചു. അപ്പോൾ ഇന്നിപ്പം ഫസ്റ്റ് കാനറ ബാങ്കിൽ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അച്ഛൻ്റെ കടയിൽ ചെന്ന് അച്ഛന് ഫുഡും കൊടുത്തിട്ട് അച്ഛനെ ഞങ്ങളൊരു ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തവണ നമ്മുടെ കൂടെ അച്ഛനും അച്ഛനും അമ്മയും വരുന്നുള്ള കാര്യം അറിയില്ല. അപ്പം അച്ഛൻ കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരു കുഞ്ഞു ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അച്ഛന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫോൺ, അച്ഛൻ്റെ പഴയ ഫോണിൽ നിന്ന് ഈ ഫോണിലോട്ട് എല്ലാ സാധനങ്ങളൊക്കെ മാറ്റണം. പിന്നെ എൻ്റെ ഫോണിൻ്റെ ടെമ്പേഡ് ഒന്നും മാറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ അച്ഛൻ്റെ കടയിൽ നിന്ന് അച്ഛൻ്റെ പഴയ ഫോൺ മേടിച്ചിട്ട് നെടുമങ്ങാടേക്ക് പോവുകയാണ്. നെടുമങ്ങാട് പോയി അച്ഛൻ്റെ ഫോണും അവിടെ കടയിൽ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ഡെന്റൽ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. പല്ലൊന്ന് ക്ലീൻ ചെയ്യണം. എൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ വർഷവും ഞാൻ പല്ല് ക്ലീൻ ചെയ്തിട്ടാണ് വന്നത്. വർഷത്തിൽ 6 months ഒരിക്കൽ പല്ല് ക്ലീൻ ചെയ്യരുതെന്നും ചിലർ പറയും, ചെയ്യണം എന്നും ചിലർ പറയും. പക്ഷെ ഞാൻ ഒബ്വിയസ്ലി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് ഞാൻ ചെയ്യാറുണ്ട്. പല്ലിൻ്റെ കറയൊക്കെ മാറാനും പിന്നെ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യുമെങ്കിലും പല്ല് അങ്ങനെ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പോൾ ഇത്തവണ മുതൽ പല്ലും ബോഡിയും ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം എന്നെനിക്ക് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ SBI ബാങ്കിൽ പോയിട്ട് എൻ്റെ SBI ബാങ്കിൻ്റെ ആപ്പിൻ്റെ പാസ്വേഡൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ അത് ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്താണ് നമ്മൾ തിരിച്ചെടുക്കുക പറയേണ്ടത്. അപ്പോൾ അത് ബാങ്കിൽ ചെന്നിട്ട് ആ ഒരു ബാങ്കിങ്ങിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് തീർക്കണം. അത് കഴിഞ്ഞ് ആക്സിസ് ബാങ്കിൽ പോയിട്ട് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യണം. അപ്പം ഇത്രയും സാധനങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ദിവസത്തിന് മുന്നിലേ പോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതിൻ്റെ റിസൾട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടറിനുണ്ട്. ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചിട്ട് UK കൊണ്ടുപോകാനുള്ള കുറച്ച് മെയിനായിട്ടുള്ള ടാബ്ലറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ചെയ്യണം. മാള് വരുന്നുണ്ട്. എന്തായെന്നറിയില്ല. എന്തായി? NRI അക്കൗണ്ട് കിട്ടിയോ? NRI അക്കൗണ്ടൊക്കെ കിട്ടി. ഓക്കെ അല്ലേ? പോവാം. ഓക്കെ, പോകുമ്പോൾ അച്ഛനെ ഫുഡ്. ഗൈസ്, പല്ല് ക്ലീൻ ചെയ്ത് ഗൈസ്. കൊള്ളാല്ലേ? മാളും അകത്ത് നിൽക്കുവാണല്ലോ. വെയിറ്റ് ചെയ്ത് ഞാനിവിടെ പുറത്തേക്ക് പോകാം. ചുള്ളിമാനിലുള്ള BC ഡെന്റൽ ഹോസ്പിറ്റലാണ് ഞങ്ങൾ വന്നത്. മാളുവിൻ്റെ കഴിഞ്ഞ് കാണിച്ചു തരാം. മാളുവിൻ്റെ പല്ല്. കമോൺ ബേബി. പല്ലിന് മൊത്തം കുഴപ്പമാണ്, ഇളക്കമെന്ന് പറയാറ്. വലിയ സർജറി ചെയ്തൊക്കെ ഇളക്കമെന്ന് പറയും. വലിയ സർജറി ചെയ്ത് പല്ലിളക്കമെന്ന് പറഞ്ഞു. ഈ ഒരു എക്സ്റേ കണ്ടു. നീங்க ഒന്നാണ് നിന്റെ പല്ല് ഞാൻ നോക്കട്ടെ. ഈ കാണിട്ട് നിന്റെ പല്ല് കാണിച്ചിടും. ഇവിടെ പല്ല് ഇല്ല നേരെ നല്ല ഇവിടെ പല്ലിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര മഞ്ഞായിരുന്നു. അതൊക്കെ ഈ മഞ്ഞ് പോയിട്ടില്ലല്ലോ ഇവിടെ. ഈ പല്ല് കണ്ടോ? ഈ പല്ല് മോണയോട് ചരിഞ്ഞാണ് നിൽക്കുന്നത്. കണ്ടൊക്കെ ഈ പല്ല്. അപ്പം ഇത് ഞങ്ങൾ മറ്റേ കിംസ് ഹോസ്പിറ്റലിൽ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ നേരത്തെ ഡെന്റിസ്റ്റ് നമുക്ക് തന്ന എക്സ്റേ ആണ്. അപ്പം ഈ സൈഡില് ഇതിൻ്റെ 3ാമത്തെ പല്ല്, ഈ പല്ല് കാരണം ഈ പല്ലിന് കേടുവരും.
കണ്ണെന്താ ശരി എന്നാ. ഗൈസ് അങ്ങനെ SBI ബാങ്കിൽ പോയി കുറച്ചൊരു തിരിവിന് ശേഷമാണെങ്കിലും ഞാൻ വളരെ സക്സസ്ഫുള്ളി എൻ്റെ ബാങ്ക് അക്കൗണ്ട് വീണ്ടെടുത്തു. എൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡും യൂസർ ഐഡിയും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. സോ അതിൽ ഐ എം സോ ഹാപ്പി, ഫീൽ സോ ഹാപ്പി. ബിക്കോസ് SBIയിൽ എപ്പോഴും അങ്ങനെ നല്ല രീതിയിൽ നടക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു ബിനോയ് എന്ന് പറയുന്ന ആ ഒരു പുള്ളി കൊള്ളാം. പുള്ളി നല്ല രീതിയിൽ നല്ല ഹെൽപ്ഫുള്ളായിട്ട് നിന്നായിരുന്നു. അതിനുശേഷം ഇപ്പം ഞങ്ങൾ ലെൻസ് കാർട്ടിൽ വന്നേക്കുവാണ്. മാളൂന് ലെൻസ് വാങ്ങണം, എനിക്കും ഒന്ന് ലെൻസ് നോക്കണം, നോർമൽ ലെൻസ് നോക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നേക്കുവാണ്. അവൾക്ക് പവർ ഗ്ലാസ് ഉള്ളതുകൊണ്ട് പവർ ലെൻസാണ് അവൾ വാങ്ങാൻ വന്നേക്കുന്നത്. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പം എനിക്കൊന്ന് ഐ ഡോക്ടറിന് അല്ലെങ്കിലും കാണുമായിരുന്നു. എൻ്റെ കണ്ണിന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ബാങ്കിൽ പോയ സമയത്ത് മാളു അവളുടെ വോഡഫോൺ സിം ഈ സിം ആക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഹെൽപ്പ് അമൽ ചേട്ടൻ ഇപ്പൊ വരും, 5 മിനിറ്റുള്ളിൽ വരും അമൽ ചേട്ടൻ വന്നിട്ട് കയറാം. നമുക്ക് ഇപ്പൊ ചായ എന്തെങ്കിലും കുടിച്ചിട്ട് വരുമ്പോ ഓക്കെ. അപ്പം ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങൾ UK നിന്ന് നമ്മൾ നാട്ടിലോട്ട് വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോവാം. വണ്ടിയുടെ ഇപ്പോഴേ കൊണ്ട് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ തിരക്കില്ലാതെ പാർക്കിംഗ് കിട്ടും. ഇനി ഡോക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഓക്കെ, ഞങ്ങൾ ഇനി നമ്മുടെ മറ്റേ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണേ. അങ്ങോട്ട് മുന്നോട്ട് പോയി കാണില്ല. കണ്ണിന് വരുന്ന സാഹചര്യം ഇതുവരെ പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന ചെക്ക് ചെയ്യാൻ പോവാണ് ചേട്ടാ. ഗൈസ്, എൻ്റെ കണ്ണിന് ഒരു പ്രശ്നവുമില്ല. ഞാൻ പെർഫെക്റ്റ് ഓക്കെ ആണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ദൈവം സഹായിച്ചു. കണ്ണിന് എന്തെങ്കിലും വന്നാൽ തീർന്നു. കണ്ണാടി എന്ന് വെക്കുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. സോ ഗൈസ്, ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ ഡോക്ടറിനെ കണ്ടു. ഹോസ്പിറ്റലല്ല, ഡോക്ടറിൻ്റെ റൂമിൽ പോയി ഡോക്ടറിനെ കണ്ടു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ നേരം, ½ ആൻ അവർ പോസ്റ്റായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ അവിടെ പോയിട്ട് നമുക്ക് കഴിക്കാനുള്ള കുറച്ച് പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു, ടാബ്ലറ്റ്സിൻ്റെ. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല, കാരണം ഇതില്ലെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ ഇച്ചിരി സീനാണ്. ശേഷം ലെൻസ് കാർട്ടിൽ പോയി കണ്ണ് ചെക്ക് ചെയ്തു. കണ്ണ് പെർഫെക്റ്റ് ഓൾറൈറ്റ് ആണ്, ഒരു പ്രശ്നവുമില്ല. കണ്ണ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ ഇരിക്കണം. ബിക്കോസ് എനിക്ക് കണ്ണാടി എന്ന് വെക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. എനിക്കത് ഇച്ചിരി സ്ട്രഗിളിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബെറ്റർ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ടാബ്ലറ്റ്സ് വാങ്ങണം. പിന്നെ ഒരു ഫോൺ കടയിൽ പോയിട്ട് എൻ്റെ ടെമ്പേഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അത് ചെയ്യണം. അതിന് ശേഷമാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടേക്കുന്നത്. കറൻ്റ്ലി പ്ലാൻ എങ്ങനെയാണ്, കാരണം രാമചന്ദ്രയിൽ നിന്ന് അവൾക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം ക്ലിപ്സും പൊട്ടും കമ്മലും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം എന്നാണ് ഇപ്പോൾ വിചാരിക്കണേ. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ മാളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവളെ ഇനി പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം. സോ മാളുടെ ടാബ്ലറ്റ്സ് മേടിക്കുകയാണ്. പവറാ, പക്ഷേ പേര് മാത്രം ഡിഫറൻസ് ഉള്ളത്. കോട്ടിങ് അതൊരു കമ്പനി ആയിരിക്കും. അങ്ങനെയല്ല, എന്തോ വലിയ കാര്യത്തിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കാൻ അത് പറ്റുന്നില്ല. സോ ഗായ്സ്, ഇന്ന് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ വേറൊരു ഡേ അല്ലല്ല, ഇന്നലെ ആയിരുന്നു നമ്മൾ മാളും ഞങ്ങളും കൂടെ എല്ലാം കൂടെ പോയിട്ട് പകുതി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർത്തല്ലോ. അപ്പം വന്ന ടൈം മുതൽ ഞങ്ങൾ വിചാരിക്കുന്ന വേറൊരു സംഭവമാണ്. രാമചന്ദ്രയിൽ പോയിട്ട് കുറച്ച് കോസ്മെറ്റിക്, ആക്ച്വലി അത് കോസ്മെറ്റിക്സ് അല്ല, കുറേ കമ്മല്, മാല, വള, ക്ലിപ്പ്, പൊട്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് രാമചന്ദ്രൻ ചോദിച്ചാൽ ഇതെല്ലാം കൂടെ കിട്ടുന്നൊരു സ്ഥലം അതാണ്. അപ്പം നല്ല ക്വാളിറ്റി ഉണ്ടാവും. അപ്പം ഞങ്ങൾ വിചാരിക്കുന്ന അവിടെ പോയി മേടിക്കണം എന്നാണ്. അപ്പോൾ കുറേ തവണ അവിടെ പോകാൻ പ്ലാൻ ഇടും, നടക്കത്തില്ല. ഇന്നലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ഇട്ടത്. അപ്പോൾ ഏകദേശം 6 മണിക്ക് അത് അടയ്ക്കും. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം ലേറ്റ് ആവും. അങ്ങനത്തെ ഒരു സമയമായിരുന്നു. അപ്പോൾ അമ്മ ഇന്ന് പോയിട്ട് ചാലയിന്ന് ആവശ്യമുള്ള മറ്റേ കുഞ്ഞു കുഞ്ഞു ടെപ്പികൾ, പിന്നെ 1 കിലോൻ്റെയൊക്കെ പൊടിയൊക്കെ തട്ടി വെക്കാൻ പറ്റുന്ന പാത്രങ്ങൾ, പിന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങൾ, അങ്ങോട്ടായിരുന്നു കുഴപ്പമില്ല, കുക്ക് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെ അമ്മ ഇന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ തന്നെ മിലിറ്ററി ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു മിക്സി, പിന്നെ നെയ്യ്, പിന്നെ പാഡ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അമ്മ തന്നെ മേടിച്ചു. അപ്പോൾ ഇന്ന്
ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നത് രാമചന്ദ്ര ട്രിവാൻഡ്രം. അവിടെ പോയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ബൈ. ഹലോ, അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ള ടൈം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. നാളെ അല്ല, ഇന്ന് 3-ാം തീയതി, നാളെ 4-ാം തീയതി. നാളെ 4-ാം തീയതി രാത്രി, അതായത് 5-ാം തീയതി വെളുപ്പംകാലം 4 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം ഇന്ന് ഞാൻ എറണാകുളത്ത് നിന്ന് ഇന്നലെ രാത്രി ഒരു 2:30-3 മണിക്ക് എത്തിയതേ ഉള്ളൂ. സോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പീരിയഡ്സും കൂടിയാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ പോകുന്ന സമയത്ത് പീരിയഡ്സ് ആയിരുന്നു. കാരണം ഇങ്ങനെ കാത്തിരിക്കുന്നു തോന്നുന്നു, നമ്മൾ ഇന്ന് പോകുന്ന ആ സമയത്ത് പീരിയഡ്സ് ആവാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മളിവിടുന്ന് നേരെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്തിരിക്കണേ. മുടി കളർ ചെയ്യാനുണ്ട്, പെഡിക്യൂർ ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഓൾമോസ്റ്റ് ഉള്ള സാധനങ്ങളൊക്കെ അമ്മയും അച്ഛനും കൂടെ മേടിച്ച് കഴിഞ്ഞു. ഇനി എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ളൂ. അപ്പം ഞാൻ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. പിന്നെ നാളത്തോടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തീർക്കണം. നാളെ ഇനി ഒന്നും വാങ്ങാൻ വേണ്ടി നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് വരാം. അപ്പം ഞാൻ ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. എൻ്റെ ഹെയർ ഞാൻ ചീകിയിട്ട് പോകുന്നില്ല, കണ്ടോ ഇങ്ങനെയാണ് കിടക്കുന്നത്. കഴിഞ്ഞ തവണ വന്നിട്ട് അല്ല, ഇന്നലെ എറണാകുളത്ത് തൊട്ടൊന്നും ഞാൻ ചീകിയിട്ടൊന്നുമില്ല. കാരണം ഇവിടെ വാഷ് ചെയ്യുള്ളൂ. ഇന്ന് ഞാൻ മെയിൽ മാത്രം കഴിക്കാൻ കേട്ടോ. അപ്പം 2 കളറാണ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കിടന്നാൽ മുടി നല്ല രസമാണ്. സോ ഗായ്സ്, ഞാൻ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാൻ 2 കളറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ. എൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ തവണ ഒരു ഗോൾഡൻ കളറും ബ്ലോണ്ട് കളറുമാണ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഗോൾഡ് ബ്രൗണും പിന്നെ ചോക്ലേറ്റ് ബ്രൗണും, അങ്ങനെ എന്തോ കളറാണ് ഇവരെനിക്ക് സജസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഗൈസ്, ഏകദേശം എൻ്റെ ഹൈലൈറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റേ മുടീൻ്റെ താഴ്ഭാഗമില്ല, അവിടെയാണ് ചെയ്യുന്നത്. അവരിൽ സജസ്റ്റ് ചെയ്ത 2 കളേഴ്സാണ്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്കൊരു ഒപ്പീനിയനൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത്തവണ അവർ തന്നെ സജസ്റ്റ് ചെയ്ത കളേഴ്സാണ്. അപ്പം എങ്ങനെയാവും ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം കളർ പോലും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് ബ്ലീച്ച് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബ്ലീച്ച് ചെയ്യാണ്ട് അവരുടെ ഹെയർനെസ് ആപ്റ്റ് ആവുന്ന കളറാണ് സജസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർക്കറിയാമല്ലോ എന്തായാലും. പിന്നെ കളർ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. കാരണം പോകാൻ ഇനി 1 ദിവസം കൂടി ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് വന്ന് ചെയ്തതായതുകൊണ്ട് കൊള്ളായിരിക്കും. ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ മുടി ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കിടക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ കിടക്കത്തില്ല, ഇങ്ങനെ സ്മൂത്തായിട്ട്. അതായത് ഇപ്പോൾ ഈ മുടിയൊക്കെ കിടക്കുന്നില്ല, അതുപോലെ കിടക്കത്തില്ല. ഭയങ്കര രസമില്ല. വെട്ടിയതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഭാഗമൊക്കെ
സോ ഗൈസ് അറ്റ് ലാസ്റ്റ് ഞാൻ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ഫൈനലി പോകുന്നതിന് ഒരു ദിവസം മുന്നിൽ. ഇത്രയും നാളും വന്നിട്ട് ഒരു മാസമായി. പല തവണ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. സാഹചര്യ സന്ദർഭം മൂലവും നമ്മുടെ സമയനഷ്ട കാരണവും ചെയ്യാൻ പറ്റിയില്ല. ഫൈനലി ഇന്ന് ഞാൻ എൻ്റെ ഹെയറും കളർ ചെയ്തു പെഡിക്യൂറും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നേക്കുവാണ്. ഇന്ന് എന്തായാലും ഇത് ചെയ്തിട്ട് ഞാൻ പോകുള്ളൂ എന്ന് വാശി പിടിച്ചിട്ടില്ല. കാരണം UK പോയി ഇത് നടക്കുന്ന ഒരിതുമില്ല. പക്ഷേ മന്ത്ലി എനിക്ക് ഇത് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നോക്കാം. ഇതിവിടെ കഴിഞ്ഞു 20 minutes മസാജ് ഉണ്ടല്ലോ. മസാജ് കഴിഞ്ഞു. പാക്കറ്റ് എത്ര സമയം ഇരിക്കണം? പാക്കറ്റ് 10 മിനിറ്റ്. ഓക്കെ. അതിന് മുന്നേ ഡ്രൈ ആവില്ല. സോ ഗൈസ് നമ്മുടെ ഫൈനൽ സെക്ഷൻ എത്തിയിരിക്കുകയാണ്. മസാജ് വിത്ത് മോയ്സ്ചറൈസർ ക്രീം. സോ ഇവർ ബാക്ക് മസാജ് ഇട്ടിട്ടുണ്ട്. നല്ല സുഖമുണ്ട് ഇങ്ങനെ ഇരിക്കാൻ. പീരിയഡ്സും കൂടെ ആയതുകൊണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട്.